മണ്ണിൽ ആഴ്ത്തിവെച്ച വിത്തുകളെ നശിപ്പിക്കാമെന്ന് കരുതുന്നവർ മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നല്ലേ? അവ മണ്ണിൽ ലയിച്ചു ചേരുന്നത് മരിക്കാനല്ല, മറിച്ച് 1000 മടങ്ങായി മുളച്ചു പൊങ്ങാനാണ്. അധിനിവേശത്തിന്റെ വാളുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു ജനതയുടെ ആത്മവീര്യം. ഇന്ന് നമ്മൾ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ തേങ്ങലുകൾ നമുക്ക് കേൾക്കാം. ഇന്ന് ജനുവരി 22. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വൈദേശിക ശക്തികൾ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു കയറിയപ്പോൾ അവർ ആദ്യം ലക്ഷ്യം വെച്ചത് നമ്മുടെ ആരാധനാലയങ്ങളെയായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു, ഒരു ജനതയുടെ നട്ടെല്ലൊടിക്കണമെങ്കിൽ അവരുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും തകർക്കണമെന്ന്. അയോധ്യയിലെ ആ പുണ്യഭൂമിയിൽ അധിനിവേശത്തിന്റെ കറുത്ത അടയാളങ്ങൾ വീണപ്പോൾ അത് കേവലം ഒരു കെട്ടിടത്തിന്റെ തകർച്ചയായിരുന്നില്ല, അത് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന് മേൽ ഏൽപ്പിക്കപ്പെട്ട മുറിവായിരുന്നു. സരയൂ നദി സാക്ഷിയായി നൂറ്റാണ്ടുകളോളം ആ മണ്ണ് അപമാനത്തിന്റെ ഭാരവും പേറി നിന്നു. വിദേശി നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ച ആ ക്രൈസിസ് അല്ലെങ്കിൽ ആ പ്രതിസന്ധി തലമുറകളെ തളർത്തുമെന്ന് അവരങ്ങ് കരുതി. എന്നാൽ ആ വിദേശ അധിനിവേശ ശക്തികൾക്ക് ഒരു കാര്യം തെറ്റിപ്പോയി. ഭാരതം എന്നത് മണ്ണിലല്ല, മറിച്ച് മനുഷ്യരുടെ മനസ്സിലാണ് ജീവിക്കുന്നത്. പതിറ്റാണ്ടുകളോളം നീണ്ട സമരങ്ങൾ, കോടതി മുറികളിലെ പോരാട്ടങ്ങൾ, ലക്ഷക്കണക്കിന് രാമഭക്തരുടെ ത്യാഗം, ഒടുവിൽ വിദേശാധിപത്യത്തിന്റെ അവസാന അടയാളവും മായ്ച്ചുകൊണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം ഭാരതം അതിൻ്റെ തനിമയിലേക്ക് മടങ്ങിയെത്ത 2024 ജനുവരി 22 ആ ക്ഷേത്ര ഗോപുരം ഉയർന്നു പൊങ്ങിയപ്പോൾ അത് വിദേശ ശക്തികൾക്ക് മേൽ ഭാരതീയ സംസ്കാരം നേടിയ അന്തിമ വിജയമായിരുന്നു. ക്രൈസിസ് ടു വിക്ടറി. അതെ, വഞ്ചനയിൽ നിന്ന് നീതിയിലേക്കും അടിമത്തത്തിന്റെ ചിന്തകളിൽ നിന്ന് സാംസ്കാരിക സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ഈ പ്രയാണം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിജീവനമാണ്. സ്വന്തം മണ്ണിൽ അന്യമാക്കപ്പെട്ട ഒരു ദൈവം തൻ്റെ സിംഹാസനത്തിലേക്ക് തിരികെ എത്തുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: നമ്മുടെ വേരുകൾ അറുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല. സുഹൃത്തുക്കളെ, നമ്മളെയും പലപ്പോഴും പലരും അടിച്ചമർത്താൻ ശ്രമിക്കാറില്ലേ? നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യാറില്ലേ? അപ്പോഴൊക്കെ ഈ അയോധ്യയുടെ പോരാട്ടം നമുക്ക് കരുത്താകട്ടെ. തകർക്കാൻ വരുന്നവർക്ക് മുന്നിൽ തല കുനിക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ വൈകിയാണെങ്കിലും വിജയം നമ്മുടെ കൈകളിൽ വരും.